ജി കൃഷ്ണകുമാർ ഈ അവിടെയുള്ള ജീവനക്കാരുമായി തർക്കിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, അത് കാണാം. അല്ല, ഇവരെടുത്തിട്ടില്ല, നിങ്ങൾ മാത്രം എടുത്തില്ല. നിങ്ങൾ എടുത്തിട്ടാണ് കൊടുത്തത്. ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ്, ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിനാണ്. അതല്ല അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ, പിന്നെ നോക്കണം. നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ, അത് ആരുടെ അക്കൗണ്ട്? ശരി, നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലേ? നിങ്ങൾക്ക് 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. ഒരു 10-15 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിലോ റെക്കോർഡ് വന്നാൽ എന്ത് ചെയ്യുന്നത്? അല്ലല്ല, ഒരു സംസാരിക്കാതിരിക്കും. വന്നാൽ എന്ത് ചെയ്യും? കണക്ക് പ്രകാരം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ എടുത്തിട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല, ഞാനിപ്പോ കണക്ക് എത്തിച്ചാൽ കണക്ക് മാറ്റി പറയല്ലേ, കംപ്ലീറ്റ് കൊടുക്കും കേട്ടോ, കംപ്ലീറ്റ് കൊടുക്കും. നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ്. അറിയാതെ എത്രയാണ് ഉദ്ദേശം? എന്താ പറയാ? അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്. നിൽക്കില്ല കേട്ടോ. മനുഷ്യ ഇപ്പോഴിതായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇത് എന്നത്തെ ദൃശ്യമാണ്, എന്നത്തെ സംഭവമാണിത്? ഇതിൽ നിന്ന് കൂടുതലായി മനസ്സിലാവുന്നത് എന്താണ് മനീഷ്? റിജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട പല ദൃശ്യങ്ങളും നിലവിൽ കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ പോലീസിന് നൽകിയിട്ടുള്ളതാണ്. 2 ദൃശ്യങ്ങളാണ്. ഒന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് ഇവർ നടത്തുന്നു. QR കോഡ് മാറ്റിവെച്ച് സ്വന്തം ഗൂഗിൾ പേ നൽകിയ ശേഷം അതിലേക്ക് പണം അയക്കാൻ നൽകുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് 69 ലക്ഷം രൂപ തട്ടിയെടുത്ത ശേഷം ഇവരെ ഈ വിവരം അറിയിച്ച ശേഷം ഇവരോട് സംസാരിക്കുക, അതായത് ഇവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് ദിയ കൃഷ്ണയുടെ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് എത്തി. അവിടെ വെച്ച് സെറ്റിൽമെന്റ് എന്ന രീതിയിൽ ഈ 3 ജീവനക്കാരും ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ഇവരോട് സംസാരിക്കാനെത്തി. ആദ്യ രീതിയിൽ സംസാരിച്ചത് തങ്ങളുടെ ഭാവി ഓർത്ത് ഇതിൽ നിന്നും പിന്മാറണം, ഇത് പരാതിയായി നിയമപരമായി മുന്നോട്ട് പോകരുത്, പണം തിരികെ നൽകാമെന്ന രീതിയിലായിരുന്നു ആദ്യം ഇവരുടെ സംസാരം. പക്ഷേ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത് കൊണ്ട് തന്നെ അത് പോലീസിൽ വിവരം അറിയിക്കണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണകുമാർ അത് പോലീസിൽ അറിയിച്ചു എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് ഇവരുടെ സ്വരം മാറി. അതായത് ഇവർ പോലീസിൽ പരാതി നൽകിയതോടുകൂടി ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃഷ്ണകുമാറിനെതിരെയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭീഷണി ഉണ്ടായി. അങ്ങനെ ഭീഷണി മുഴക്കി എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് ഇവരുമായി സംസാരിച്ച ദിയയുടെ ഫ്ളാറ്റിലെത്തി സംസാരിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ്. മറ്റു ചില ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ജീവനക്കാർ QR കോഡ് മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം ഫോണിലെ ഗൂഗിൾ പേ കാണിച്ചുകൊണ്ട് അതിലേക്ക് പണം ഇടാൻ നൽകുന്ന ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇനി കൂടുതൽ എന്തൊക്കെ പറയാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി വരാനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് 2 കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പ്രതികരണം നിലവിൽ കൃഷ്ണകുമാറിൻ്റെ മാത്രമേ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മാത്രമേ എത്തിയിട്ടുള്ളൂ. മറ്റ് ജീവനക്കാരുടെ കൂടെ വെർഷൻ അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ ഭാഗത്തുനിന്നും ഇത്രയും രൂപ അവർ അപഹരിച്ചിട്ടുണ്ടോ, അവരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ദിയയുടെ ഫ്ളാറ്റിൽ എത്തിയതാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പണം അപഹരിച്ചതിൽ എത്ര രൂപയാണ് അപഹരിച്ചത്, ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ ജീവനക്കാരാണ് പങ്കുവയ്ക്കാനുള്ളത്. കൃഷ്ണകുമാർ തന്നെ പറയുന്നുണ്ട് ഈ 3 ജീവനക്കാർ അത് സാധാരണ ആയിട്ടുള്ള പെൺകുട്ടികളാണ്, അവർക്ക് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് വലിയ രീതിയിൽ തനിക്കെതിരെ കേസെടുക്കാനുള്ളൊന്നും സ്വാധീനമില്ല. പക്ഷേ ഇവർക്ക് പിന്നിൽ മറ്റ് ഗൂഢ ലക്ഷ്യമുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ രീതിയിലുള്ള നിയമ നടപടി തനിക്കെതിരെ കൂടി ഉണ്ടായിട്ടുള്ളത്. പോലീസ് ഒരു കാരണവശാലും തൻ്റെ ഒരു വെർഷൻ അല്ലെങ്കിൽ തൻ്റെ ഭാഗം എന്താണ്, തനിക്ക് എന്താണ് പറയാനുള്ളതെന്ന ഭാഗം പോലും തിരക്കിയില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് മോശം അനുഭവം ഉണ്ടായി. അവിടെ വെച്ച് അവർ പരാതി തന്നു, കേസെടുത്തു, നിങ്ങൾ പരാതി തന്നു, കേസെടുത്തു എന്ന രീതിയിലാണ് ഇൻസ്പെക്ടർ തന്നോട് സംസാരിച്ചത്. 2 പരാതികൾ പോലീസിന് മുമ്പിലേക്ക് എത്തിയതിന് പിന്നാലെ 2 കേസുകൾ പോലീസ് എടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസ് ഇതിലൊരു വിവരശേഖരണത്തിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വിലയിരുത്തലിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിച്ചേരുന്നുണ്ടോ? ഈ FIR-ന്റെ ഉള്ളടക്കം എന്താണ് മനീഷ് മഹിമ? FIR-ന്റെ ഉള്ളടക്കം ഈ കൃഷ്ണകുമാറിൻ്റെ
കുടുംബത്തിലെ മറ്റ് 5 പേർ, അതായത് ബന്ധുക്കളടക്കമുള്ള മകൾ ദിയ അടക്കമുള്ള ഭാര്യ അടക്കമുള്ള 5 പേർ ചേർന്ന് ഇവരെ തട്ടിക്കൊണ്ടുപോയി ഇവരുടെ പക്കൽ നിന്നും നിർബന്ധമായി ഇവരുടെ കയ്യിൽ നിന്നും പണം അപഹരിച്ചു എന്നുള്ള ഒരു കേസാണ് നിലവിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പ് കൂടിയാണ്. ഈ വിവരം കൃഷ്ണകുമാർ പറയുന്നത് തനിക്കെതിരെ കേസെടുത്ത വിവരം മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് താൻ അറിയുന്നത്. നേരത്തെ താൻ കൊടുത്ത പരാതിയിൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താൻ അത് മാധ്യമങ്ങളോട് അല്ലെങ്കിൽ മറ്റാരോടും പങ്കുവെച്ചിരുന്നില്ല. ഈ പെൺകുട്ടികളുടെ ഭാവി സംബന്ധിച്ചാണ് അത്തരം വിവരങ്ങൾ പങ്കുവെക്കാതിരുന്നത്. തൻ്റെ മകളുടെ സ്ഥാപനത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം, അത് നാളെ ഭാവിയിൽ അത് ഒരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ തിരിച്ചടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിൽ പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു വിട്ടിരുന്നില്ല. ഈ ഘട്ടത്തിലടക്കം ഇവർ സെറ്റിൽമെന്റിന് വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റിൽ വന്ന് സംസാരിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വിട്ടിരുന്നില്ല. പക്ഷേ ഈ രീതിയിൽ ഇവർ ഇങ്ങനെയുള്ള നീക്കം നടത്തുക എന്നുള്ള അതിന് മറ്റു ചില മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.